ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഭൂതകാലത്തിലെ ഒരു സുവർണ അധ്യായത്തിലേക്കാണ്. അവിടെ ഒരു സ്ത്രീ ശാസ്ത്രത്തിൻ്റെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഒരു യുഗത്തിൽ അറിവിൻ്റെ പ്രകാശനാളങ്ങൾ തെളിയിച്ച ലോകം കണ്ട ഏറ്റവും മഹത്തായ ശാസ്ത്രജ്ഞകളിൽ ഒരാൾ. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മേരി ക്യൂറിയെക്കുറിച്ചാണ്. മേരി ക്യൂറി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നൊബേൽ സമ്മാനങ്ങൾ, റേഡിയം, പൊളോണിയം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ എന്നിവയാണ്. എന്നാൽ അതിനുമപ്പുറം ആ ജീവിതം പോരാട്ടങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥയാണ്. അറിവിനായുള്ള അടങ്ങാത്ത ദാഹം, ലിംഗവിവേചനത്തോടുള്ള ചെറുത്തുനിൽപ്പ്, ശാസ്ത്രത്തിനു വേണ്ടിയുള്ള ആത്മസമർപ്പണം, ഇവയെല്ലാം ചേർന്നതാണ് മേരി ക്യൂറി എന്ന പ്രതിഭ. 1867 നവംബർ 7 പോളണ്ടിലെ വാഴ്സോയിൽ ഒരു അധ്യാപക കുടുംബത്തിലാണ് മെരിയ സ്കൊഡോവ്സ്ക എന്ന മേരി ക്യൂറി ജനിച്ചത്. 5 മക്കളിൽ ഇളയവളായിരുന്നു മേരി. മേരിയുടെ പിതാവ് വ്ളാഡിസ്ലാവ് സ്കൊഡോവ്സ്കി ഗണിതശാസ്ത്രവും ഭൗതികശാസ്ത്രവും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അമ്മ ബ്രോണിസ്ലാവ് ആകട്ടെ പെൺകുട്ടികൾക്കായുള്ള ഒരു പ്രശസ്ത ബോർഡിംഗ് സ്കൂള് നടത്തിയിരുന്നു. പ്രാദേശിക സ്കൂളുകളിൽ നിന്ന് പൊതുവായ വിദ്യാഭ്യാസം നേടിയ മേരിക്ക് പിതാവിൽ നിന്ന് ശാസ്ത്രത്തിൽ ചില പരിശീലനങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അസാധാരണമായ ബുദ്ധിശക്തിയും പഠനത്തിൽ അതീവ താല്പര്യവും മേരിക്കുണ്ടായിരുന്നു. എന്നാൽ അക്കാലത്ത് പോളണ്ട് റഷ്യൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നതിനാൽ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ വളരെ പരിമിതമായിരുന്നു. പോളണ്ടിലെ സർവകലാശാലകളിൽ സ്ത്രീകൾക്ക് പ്രവേശനവും നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം. എങ്കിലും അറിവിനായുള്ള ദാഹം അവരെ അടക്കി നിർത്തിയില്ല. മേരി ഒരു രഹസ്യ ഫ്ലോട്ടിംഗ് യൂണിവേഴ്സിറ്റിയിൽ പഠനം തുടർന്നു. പിന്നീട് സഹോദരി ബ്രോണിസ്ലാവയുമായി ഒരു കരാറുണ്ടാക്കി. ബ്രോണിസ്ലാവയ്ക്ക് വൈദ്യശാസ്ത്രം പഠിക്കാൻ പണം കണ്ടെത്താൻ മേരി ജോലി ചെയ്തു. പകരമായി പിന്നീട് മേരിക്ക് പഠിക്കാനുള്ള സഹായം ബ്രോണിസ്ലാവ ഉറപ്പു നൽകുകയും ചെയ്തു. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ 1891 മേരി തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി പാരീസിലേക്ക് പറന്നു. സോർബോൺ സർവകലാശാലയിൽ ഭൗതികശാസ്ത്രം, രസതന്ത്രം, ഗണിതശാസ്ത്രം എന്നിവ പഠിക്കാൻ ചേർന്നു. അവിടെയാണ് മരിയ മേരിയായി മാറുന്നത്. ഭൗതികശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ലൈസൻഷിയേറ്റ് ബിരുദങ്ങൾ നേടിയ മേരി കഠിനാധ്വാനവും അസാമാന്യമായ പ്രതിഭയും കൊണ്ട് പെട്ടെന്ന് തന്നെ തൻ്റെ മികവ് തെളിയിച്ചു. പാരീസിലെ പഠനകാലത്താണ് മേരി തൻ്റെ ജീവിതത്തിലെയും ശാസ്ത്രത്തിലെയും നിർണായകമായ പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനായ പിയറി ക്യൂറി. 1895 ഇരുവരും വിവാഹിതരായി. ഇത് കേവലം ഒരു വിവാഹമായിരുന്നില്ല. ശാസ്ത്രലോകത്തിന് മുതൽക്കൂട്ടായ ഒരു സഹകരണത്തിൻ്റെ ആരംഭം കൂടിയായിരുന്നു അത്. റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് അവർ ഒരുമിച്ച് ആഴത്തിൽ പഠിച്ചു. 1896 ഹെൻറി ബേക്കറൽ യുറേനിയത്തിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയപ്പോൾ മേരി ഈ വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ചു. യുറേനിയം പുറത്തുവിടുന്ന റേഡിയേഷൻ മറ്റു വസ്തുക്കളിലും ഉണ്ടോ എന്ന് കണ്ടെത്തുകയായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. തോറിയം എന്ന മൂലകത്തിലും
ഈ റേഡിയോ ആക്റ്റീവ് ഗുണമുണ്ടെന്ന് അവർ കണ്ടെത്തി. പിയറി ക്യൂറിയും അവരോടൊപ്പം ചേർന്നു. അവരുടെ ആദ്യകാല ഗവേഷണങ്ങൾ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലായിരുന്നു. ലബോറട്ടറി സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു ആ കാലം, നമുക്കറിയാം. കൂടാതെ ജീവിത ചെലവിനായി ഇരുവർക്കും ധാരാളം അധ്യാപനം നടത്തേണ്ടിയും വന്നു. എങ്കിലും അവിശ്വസനീയമാം വിധം കഠിനാധ്വാനം ചെയ്ത് വലിയ പണച്ചെലവും സമയനഷ്ടവും സഹിച്ചുകൊണ്ട് അവർ പിച്ച് ബ്ലൻഡ് എന്ന ധാതുവിൽ നിന്ന് പുതിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഈ പിച്ച് ബ്ലൻഡ്. ഇത് ഒരു തരം ധാതുവാണ്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ഒരു തരം കല്ലോ മണ്ണോ ആണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യുറേനിയം, റേഡിയം, പൊളോണിയം തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഒരു കറുത്ത നിറമുള്ള ടാറ് പോലുള്ള തിളക്കമുള്ള ഒരു ധാതുവാണ് മേരി ക്യൂറിയുടെ കണ്ടുപിടുത്തങ്ങൾക്ക് അടിസ്ഥാനമായ അസംസ്കൃത വസ്തു. ആയിരക്കണക്കിന് കിലോഗ്രാം പിച്ച് ബ്ലെൻഡ് സംസ്കരിച്ചാണ് അവർക്ക് ഈ മൂലകങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ സാധിച്ചത്. ദൂരവ്യാപകമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങളായിരുന്നു ക്യൂറി ദമ്പതികളുടേത്. രാസപരമായ സങ്കീർണതകൾ മറികടന്ന് അവർ 2 പുതിയ മൂലകങ്ങൾ കണ്ടെത്തി. പൊളോണിയം 1898 കണ്ടെത്തിയ ഈ മൂലകത്തിന് മേരിയുടെ ജന്മനാടായ പോളണ്ടിൻ്റെ പേരുമായി സാമ്യമുള്ള പേര് നൽകി, പൊളോണിയം. 2 റേഡിയം. അതേ വർഷം തന്നെ അവർ റേഡിയവും കണ്ടെത്തി. റേഡിയം പുറത്തുവിട്ട പ്രകാശം ഇരുട്ടിൽ തിളങ്ങുന്നതായിരുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസത്തെ വിശദീകരിക്കാൻ റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മേരി ക്യൂറിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 1903 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം മേരി ക്യൂറി, പിയറി ക്യൂറി, ഹെൻറി ബേക്കറൽ എന്നിവർക്ക് സംയുക്തമായി ലഭിച്ചു. ബേക്കറൽ കണ്ടെത്തിയ റേഡിയേഷൻ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അവരുടെ സംയുക്ത ഗവേഷണങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു ഈ സമ്മാനം. നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വനിതയായി മേരി ക്യൂറി പിന്നീട് ചരിത്രത്തിൽ ഇടം നേടി. അതേ വർഷം ജൂൺ മാസത്തിൽ അവർ ഡോക്ടർ ഓഫ് സയൻസ് ബിരുദവും നേടുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ 1906 ഒരു അപകടത്തിൽ പിയറി ക്യൂറി മരണപ്പെട്ടു. ഈ നഷ്ടം മേരിക്ക് വലിയ ആഘാതമായിരുന്നു. എങ്കിലും അവർ ശാസ്ത്ര ഗവേഷണത്തിൽ നിന്ന് തീരെ പിന്മാറിയില്ല. 1906 മെയ് 13 പിയറി ക്യൂറി ഒഴിച്ചിട്ട് പോയ പ്രൊഫസർ പദവി മേരിക്ക് ലഭിച്ചു. സോർബോൺ സർവകലാശാലയിലെ ഫിസിക്സ് ലബോറട്ടറിയുടെ തലപ്പത്ത് മേരി ക്യൂറി ചുമതലയേറ്റു. പിന്നീട് സയൻസ് ഫാക്കൽറ്റിയിൽ ജനറൽ ഫിസിക്സ് പ്രൊഫസറായി അവർ പിയറിയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു വനിത ഈ പദവി വഹിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. 1910 റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള മേരിയുടെ അടിസ്ഥാനപരമായ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. 1914 പാരീസ് സർവകലാശാലയിലെ റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലബോറട്ടറികളുടെ നിർമ്മാണം പൂർത്തിയായി. അതിലെ ക്യൂറി ലബോറട്ടറിയുടെ ഡയറക്ടറായും മേരി നിയമിതയായി. ശാസ്ത്രത്തോടുള്ള മേരിയുടെ അർപ്പണബോധം തുടർന്നു. റേഡിയത്തിൻ്റെയും പൊളോണിയത്തിൻ്റെയും സ്വഭാവങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ മേരി നടത്തി. റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങളിൽ നിന്ന് റേഡിയം വേർതിരിച്ചെടുക്കാനുള്ള പുതിയ രീതികൾ അവർ വികസിപ്പിച്ചു. അതിൻ്റെ ഫലമായി
1911 രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം മേരി ക്യൂറിക്ക് തനിച്ച് ലഭിച്ചു. റേഡിയം, പൊളോണിയം എന്നീ മൂലകങ്ങളുടെ കണ്ടുപിടുത്തം, റേഡിയം വേർതിരിച്ചെടുക്കൽ, ഈ ശ്രദ്ധേയമായ മൂലകത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നിവയ്ക്കുള്ള അംഗീകാരമായിരുന്നു ഇത്. 2 വ്യത്യസ്ത ശാസ്ത്രശാഖകളിൽ നൊബേൽ സമ്മാനം നേടുന്ന ലോകത്തിലെ ഏക വ്യക്തിയായി മേരി ക്യൂറി മാറി. ഇത് ശാസ്ത്ര ലോകത്ത് ഒരു അതുല്യ നേട്ടം തന്നെയായിരുന്നു. 1-ാം ലോക മഹായുദ്ധകാലത്ത് മേരി ക്യൂറി തൻ്റെ കണ്ടുപിടുത്തങ്ങളെ മനുഷ്യരാശിയുടെ സേവനത്തിനായി ഉപയോഗിച്ചു തുടങ്ങി. യുദ്ധഭൂമിയിൽ എക്സ്റേ ഉപയോഗിച്ച് സൈനികരുടെ ശരീരത്തിലെ വെടിയുണ്ടകളും മറ്റും കണ്ടെത്താൻ സഹായിക്കുന്ന മൊബൈൽ എക്സ്റേ യൂണിറ്റുകൾ അഥവാ പെറ്റിറ്റ് ക്യൂറീസ് അവർ വികസിപ്പിച്ചു. സ്വന്തം മകളായ ഐറിൻ ക്യൂറിയോടൊപ്പം മേരി ഈ യൂണിറ്റുകൾ യുദ്ധമുഖങ്ങളിൽ പ്രവർത്തിപ്പിച്ചു. ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ ഈ കണ്ടുപിടുത്തം സഹായിച്ചു. യുദ്ധാനന്തരം 1918 ഐറിൻ ക്യൂറിയും കൂടെ ചേർന്ന റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ട് സജീവമായി പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഇത് പിന്നീട് ആണവ ഭൗതിക ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും ഒരാഗോള കേന്ദ്രമായി മാറി. മേരി ക്യൂറിയുടെ ജീവിതം വെല്ലുവിളികളാൽ നിറഞ്ഞതായിരുന്നു. ലിംഗഭേദം, ദേശീയതയുടെ പേരിലുള്ള വിവേചനം, ദാരിദ്ര്യം, സ്വന്തം കണ്ടുപിടുത്തങ്ങളായ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ പാർശ്വഫലങ്ങൾ, ഇവയെല്ലാം അവർ നേരിട്ടു. റേഡിയേഷനുമായി നിരന്തര സമ്പർക്കമുണ്ടായിരുന്നത് മേരി ക്യൂറിയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു. ഒടുവിൽ 1934 ജൂലൈ 4 രക്താർബുദം ബാധിച്ച് മേരി ക്യൂറി ഇഹലോകവാസം വെടിഞ്ഞു. ശാസ്ത്രത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ഒരു രക്തസാക്ഷിയായിരുന്നു മേരി ക്യൂറി. മേരി ക്യൂറിയുടെ കണ്ടുപിടുത്തങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് അർബുദ ചികിത്സയിൽ വലിയ സ്വാധീനം ചെലുത്തി. റേഡിയേഷൻ്റെ ചികിത്സാപരമായ ഗുണങ്ങളെക്കുറിച്ച് മേരി ക്യൂറി പഠനം നടത്തുകയും രോഗം ഭേദമാക്കാൻ റേഡിയം ഉപയോഗിക്കുന്നതിനെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. റേഡിയം ട്യൂമറുകൾ ചികിത്സിക്കാൻ ഉപയോഗിച്ചത് ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു പുതിയ മാർഗം തുറന്നുകൊടുത്തു. അവരുടെ കണ്ടുപിടുത്തങ്ങൾ ആധുനിക റേഡിയോളജിക്കൽ സമ്പ്രദായങ്ങൾക്കും ക്യാൻസർ ചികിത്സകൾക്കും അടിത്തറയിട്ടു. തീവ്രമായ റേഡിയോ ആക്റ്റീവ് സ്രോതസ്സുകൾ ശേഖരിക്കുന്നതിൻ്റെ പ്രാധാന്യം മേരി ക്യൂറിക്ക് നന്നായി അറിയാമായിരുന്നു. അത് ചികിത്സയ്ക്കും ആണവ ഭൗതിക ശാസ്ത്ര ഗവേഷണങ്ങൾക്കും അത്യാവശ്യമാണെന്ന് മേരി ക്യൂറി അടിസ്ഥാനപരമായി വിശ്വസിച്ചു. ജീവിതകാലം മുഴുവൻ ശാസ്ത്രത്തോടുള്ള മേരി ക്യൂറിയുടെ ആവേശം താൻ തനിമ ചോരാതെ നിലനിർത്തി. സ്വന്തം നാട്ടിൽ ഒരു റേഡിയോ ആക്ടിവിറ്റി ലബോറട്ടറി സ്ഥാപിക്കുന്നതിലും മേരി വലിയ പങ്ക് വഹിച്ചു. 1929 അമേരിക്കൻ ശാസ്ത്ര സ്നേഹിതർ സംഭാവന ചെയ്ത $50,000 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹൂവർ അവർക്ക് സമ്മാനിച്ചു. ഇത് വാട്സോയിലെ ലബോറട്ടറിക്ക് റേഡിയം വാങ്ങാനുള്ളതായിരുന്നു. ശാസ്ത്രലോകത്ത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് മേരി ക്യൂറി ഒരു മാതൃകയായിരുന്നു. 1911 മുതൽ മരണം വരെ കൺസെയിൽ ഡു ഫിസിക്സ് സോൾവേ എന്ന സംഘടനയിലെ അംഗമായിരുന്നു മേരി. 1922 മുതൽ അക്കാഡമി ഓഫ് മെഡിസിൻ അംഗമായിരുന്നു. ലീഗ് ഓഫ് നേഷൻസിൻ്റെ കമ്മിറ്റി ഓഫ് ഇൻ്റലക്ച്വൽ കോപ്പറേഷൻ അംഗമായിരുന്നു അവർ. ഭാവി തലമുറയിലെ ശാസ്ത്രജ്ഞർക്കും മെഡിക്കൽ പ്രൊഫഷണലുകൾക്കും മേരി ഒരു പ്രചോദനവും ഉപദേഷ്ടാവും ആയിരുന്നു. അവരുടെ ഗവേഷണങ്ങൾ
സർ ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടെത്തുന്നതിനും അതിലുപരി 1934 മേരി ക്യൂറിയുടെ മകളായ ഐറിൻ ക്യൂറിയും ഐറിൻ ക്യൂറിയുടെ ഭർത്താവായ ഫ്രെഡറിക് ജൂലിയറ്റ് ക്യൂറിയും കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തുന്നതിനും വഴിയൊരുക്കി. ഐറിൻ ക്യൂറിയും ഫ്രെഡറിക് ജൂലിയറ്റ് ക്യൂറിയും നൊബേൽ സമ്മാനം നേടി. ഇത് ക്യൂറി കുടുംബത്തെ ശാസ്ത്രത്തിലെ ഒരു നോബൽ രാജകുടുംബമാക്കി മാറ്റുകയായിരുന്നു. 1995 മേരി ക്യൂറിയുടെ ചിതാഭസ്മം പാരീസിലെ പാൻറ്റിയോണിൽ സ്ഥാപിച്ചു. സ്വന്തം നേട്ടങ്ങൾക്ക് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വനിതയായിരുന്നു അവർ. പ്രേക്ഷകരെ, സമയം സാക്ഷിയാണ് എന്നത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നൂറ്റാണ്ടുകൾക്കിപ്പുറവും മേരി ക്യൂറി എന്ന പേര് ശാസ്ത്രലോകത്ത് ഒരു പ്രകാശഗോപുരമായി നിലനിൽക്കുന്നു. പ്രതിബന്ധങ്ങളെ തകർത്തെറിഞ്ഞ് അറിവിനായുള്ള ദാഹം കൊണ്ട് മുന്നോട്ടു പോയ ഒരു വനിതയുടെ കഥയാണ് അത്. അവരുടെ ജീവിതം ശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയുടെയും മനുഷ്യരാശിയോടുള്ള സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. മേരി ക്യൂറി നമുക്ക് നൽകിയ പാഠം വ്യക്തമാണ്. ലക്ഷ്യബോധം ഉണ്ട് എങ്കിൽ അറിവിനായുള്ള അന്വേഷണത്തിന് ലിംഗഭേദങ്ങളോ അതിരുകളോ ഇല്ല. സമയം സാക്ഷിയിലെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സമയത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.